ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹരി നിത്യയുമായി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട്. ആ സ്ഥലം കാണുമ്പോൾ തന്നെ നിത്യയ്ക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. പിന്നെ അവിടെ ഒരു പാലമുണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ പ്രത്യേകത ഹരി നിത്യയോട് പറയുന്നു. കിരീടം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പാലത്തിൽ നിന്നാണ്. അതേ പിന്നെ കിരീടം പാലം എന്ന ഇതിനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഏതോ പദ്ധതികളൊക്കെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എവിടെയാണോ നമ്മൾ കൃഷി തുടങ്ങാൻ പോകുന്നത് എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്ന ഉദ്ദേശം ഇവിടെയാണ്. പക്ഷേ ഭൂമി നമ്മുടെ സ്വന്തം അല്ലല്ലോ, അതിന് ഒരാളെ കണ്ടെത്തണം. ആ സമയത്ത് സ്കൂട്ടറിൽ 2 പേര് വരുന്നുണ്ട്. അവരോട് ഭാർഗവനെ കുറിച്ച് ചോദിക്കുന്നു, വഴി ചോദിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സിറ്റിയിൽ നിന്നാണെന്ന് ഹരി. അവിടെ എന്തിനാ പോകുന്നത് എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു, അദ്ദേഹത്തിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ചോദിക്കുന്നോണ്ട് വിഷമം തോന്നരുത്, അവിടെ സാധാരണ ആരും പോവാറില്ല. അത് നമ്മുടെ ഭാർഗവ നിലയല്ലേ എന്ന് ബാക്കിലിരുന്ന ആൾ പറയുന്നുണ്ട്. ഭാർഗവ നിലയമോ എന്ന് ഹരി പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത്. ആ വീട്ടിലേക്ക് അങ്ങനെ ആരും പോവാറില്ല. ആ വീടിൻ്റെ പുറത്തേക്ക് ആരെയും കാണാനും ഇല്ല. ഈ 2ാമത്തെ വളവ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഭാർഗവ നിലയത്തിലേക്കാണ്. ഒരു താങ്ക്സ് ഹരി പറയുന്നു. സൂക്ഷിച്ച് കയറി ചെല്ലണം, ആൾപ്പെരുമാറ്റമില്ലാത്ത വീടാണ്, സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഭാർഗവി നിലയം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഭാർഗവ നിലയം അല്ല, ഇതിൻ്റെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിത്യ. എനിക്കറിയില്ല. ഈ കരയിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ളത് ഈ പറയുന്ന ഭാർഗവനാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം, വാ കേറ് എന്ന് ഹരി. നടന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ കവി മനസ്സ് വേദനിച്ചാലോ എന്ന് നിത്യയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ 2 പേരും ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു, ഭാർഗവന്റെ വീട്ടിലേക്ക്. അവിടെ വന്നപ്പോൾ നിത്യ പറയുന്നു, അവർ പറഞ്ഞത് ശരിയാണ്, ഇവിടെ ആളനക്കൊന്നുമില്ലല്ലോ, നോക്കാം എന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് കയറി നോക്കുന്നുണ്ട്. വാതിൽ അടഞ്ഞു കിടക്കുന്നു. കോളിംഗ് ബെൽ അടിച്ച് നോക്കുന്നുണ്ട് ഹരി. കൂടെ നിത്യയും കയറുന്നുണ്ട്. എന്നാൽ ജനാല തുറന്നിട്ടിരിക്കുകയാണ്. ഒരനക്കവും ഇല്ലല്ലോ എന്ന് ഹരി. ഒന്നുകൂടി നോക്ക്, ചിലപ്പോൾ കിടക്കുമായിരിക്കും എന്ന് നിത്യ. അങ്ങനെ വീണ്ടും കോളിംഗ് ബെൽ അടിച്ച് നോക്കുന്നുണ്ട് ഹരി. ഒരാൾ കതക് തുറന്നു. ആരാണെന്ന് ചോദിക്കുന്നു. എൻ്റെ പേര് ഹരി, ഇത് നിത്യ, എൻ്റെ ഭാര്യയാണ് എന്ന് ഹരി പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് ഹരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, പറഞ്ഞോളൂ. അല്ല, ഒന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ. ഞാൻ ഇരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എൻ്റെ ഭാർഗവൻ. ഞങ്ങൾ മുന്നേ പാലക്കാടായിരുന്നു എന്ന് നിത്യ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, അതിന് എനിക്കെന്താ, ഞങ്ങളവിടെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിത്യ പറയുമ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നു, ആ നല്ല കാര്യം. ഇപ്പോൾ ഇവിടെ സിറ്റിയിൽ താമസിച്ചിട്ട് കുറച്ച് നാളായി, വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. അപ്പോഴാണ് ഇവിടെ വന്ന് തിരക്കിയത്. ഈ വെള്ളാണിയിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ളത് സാറിനാണെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ കൃഷിയൊന്നുമില്ലെന്ന് ഭാർഗവൻ പറഞ്ഞു. അല്ല, ഈ കൃഷിഭൂമി തരിശായി കിടക്കുന്നത് ഒരു ശാപമല്ലേ എന്ന് ഹരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ആർക്ക് ശാപം? കുറച്ച് കൃഷിഭൂമി ഞങ്ങൾക്ക് പാട്ടത്തിന് തരുവാണെങ്കിൽ എന്ന് ഹരി പറയുമ്പോൾ ഭാർഗവൻ പറയുന്നു, ഞാനങ്ങനെ ആർക്കും പാട്ടത്തിന് കൊടുക്കുന്നില്ല, വിലയ്ക്കും കൊടുക്കുന്നില്ല, പൊയ്ക്കോ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോള് വന്നു. നീ എവിടെയാടി, ഇതുവരെ ഇങ്ങോട്ട് എഴുന്നള്ളാറായില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ അദ്ദേഹം ഫോണിലൂടെ പറയുന്നു. വരലെന്നോ? പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാനാ, ഒരു ചായ പോലും കുടിച്ചിട്ടില്ല, അവളുടെ ഒരു അമ്പലത്തിൽ പോക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോൾ വരാനാ? ഒരു ചായ പോലും കുടിക്കാതെ മനുഷ്യനിവിടെ തലകറങ്ങിയിരിക്കുക. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കറിയണ്ട എന്നൊക്കെ ഫോണിൽ അദ്ദേഹം ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഫോൺ വെച്ചിട്ട് അയാൾ പറയുന്നു, ഈ കാലത്ത് ജോലിക്കാരോട് ആരും ഒന്നും പറയാൻ പാടില്ല, അവർ പറയുന്നത് നമ്മൾ കേട്ടോണം, നാശങ്ങൾ. ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് നിത്യ പറയുന്നു, ചായ ഞാൻ ഇട്ട് തരട്ടെ എന്ന്. വേണ്ട എന്ന് അയാൾ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു. അതിൻ്റെ പേരിൽ കൃഷിഭൂമി വേണമെന്ന് പറയില്ല എന്ന് നിത്യ പറയുന്നു. ഒരു ചായ ഇട്ട് തരുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് നിത്യ. അടുക്കള എവിടെയാണെന്ന് ചോദിക്കുന്നു. അതൊന്നും വേണ്ട, അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ പോലും അവളുടെ ഇഷ്ടത്തിനാണ് വെച്ചിരിക്കുന്നത്, അത് കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു, അടുക്കളയിലല്ലേ, ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനെ നിത്യ അകത്തേക്ക് കയറി പോകുന്നു. കൊച്ചി എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് നിത്യ കിച്ചണിലേക്ക് പോയി. സാറേ, എവിടെയാണെങ്കിലും സാറിൻ്റെ പ്രായത്തിലുള്ളവരോട് നിത്യ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഹരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ താനായിട്ട് നിന്ന് കാല് കഴിക്കേണ്ട, അങ്ങോട്ട് ഇരുന്നാട്ടെ. അങ്ങനെ ഇപ്പോൾ 2 പേരും ആ ചാരകസേരയിൽ ഇരുന്നു.
അല്ല, നിങ്ങൾ എവിടുത്തുകാരാണെന്നാ പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ഹരി പറയുന്നു. ഹരി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ സമയം നിത്യയെ കാണിക്കുന്ന നിത്യ അവിടുത്തെ കിച്ചണിൽ ചായ ഇടുന്നുണ്ട്. തുടർന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നു. ആരാണെന്ന് അമ്മാവൻ ചോദിക്കുന്നു. വന്നിരിക്കുന്നത് നന്ദിത മഹാദേവൻ, ഒരു അഡ്വക്കേറ്റ് ആണ്. ഹരിയില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ഹരി ഒന്ന് കാണാനാ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹരി പുറത്തേക്ക് പോയി. വന്നാട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ടേക്ക് അകത്തേക്ക് വിളിക്കുന്നുണ്ട് വക്കീലിനെ. കുടിക്കാൻ എന്താ എടുക്കണ്ടേന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറയുന്നു. ഹരിയെ എങ്ങനെയാണ് പരിചയമെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് വക്കീൽ പറയുന്നുണ്ട്, ഹരിയെ നേരിട്ട് പരിചയമില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ്റെ പുസ്തകം വായിച്ചു കാണുമല്ലേ? അങ്ങനെ പറഞ്ഞ് ഓരോരുത്തർ വരാറുണ്ട്. ഇത് കേട്ട് അവർ പറയുന്നു, ആഹാ, ഹരി എഴുത്തുകാരനാണോ എന്ന്. അവന് കവിത എഴുതുന്ന പരിപാടിയുണ്ട്. അവന് ഈ അടുത്ത് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ചെറുശ്ശേരി അവാർഡ്. ഹരിയുടെ വിവാഹം ഈ അടുത്താണോ കഴിഞ്ഞത്? മുൻപ് ഒരു വിവാഹം കഴിച്ചിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന്. ഇത് കേട്ട് വക്കീൽ പറയുന്നു, ഞങ്ങൾ ഈ വക്കീലുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കും. എനിക്ക് തിരക്കില്ല, ഹരി വന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. താങ്കളുടെ പേര് രാമകൃഷ്ണൻ എന്നല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, എല്ലാം കൃത്യമായി അറിയാലോ എന്ന് അമ്മാവൻ. എന്നാൽ അമ്മാവൻ ഹരിയെ വിളിച്ചു നോക്കുമ്പോൾ കിട്ടുന്നില്ല. തിരക്ക് പിടിക്കേണ്ട, ഹരി വരട്ടെ എന്ന് വക്കീല് പറയുന്നുണ്ട്. വീണ്ടും ഹരി അമ്മാവൻ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. മിസ്റ്റർ രാമകൃഷ്ണൻ, പേടിക്കേണ്ട, ഞാൻ ചെറിയൊരു കാര്യത്തിന് വന്നതാണ് എന്ന് വക്കീൽ. ഈ സമയം നിത്യ ചായ ഇടുകയാണ്. എന്നിട്ട് ആ ചായയുമായി മുത്തശ്ശന്റെ ഭാർഗവന്റെ അരികിലേക്ക് വന്നു. ചായ കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെയും നിത്യയെ നോക്കുന്നു. വീണ്ടും വീണ്ടും ചായ കുടിക്കുകയാണ് അവർ. ഞാൻ തനിച്ചായിട്ട് കുറച്ചു നാളായി. ഞാൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറില്ല, വേറെ എവിടുന്നും ഒന്നും കഴിക്കാറുമില്ല. നേരത്തെ ഇവിടെ നിന്ന ജോലിക്കാരി അവൾ ഇവിടെ വരും. അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അതിന് രുചിയുണ്ടോ രുചിയില്ലോ എന്നൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല, എനിക്കും പ്രശ്നമല്ല. പക്ഷേ മോൾ ഉണ്ടാക്കിയ ചായ മുൻപെങ്ങാണ്ടോ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ചായ പോലെയാണ്. നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിത്യയ്ക്കും ഹരിക്കും ഇത് ഇഷ്ടമാകുന്നുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുന്നു അവർ. ഇയാളോട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഇയാൾ ഒരു കവിത എഴുതുന്ന ആളാണെന്ന്. ഇത് വന്നപ്പോഴേ അറിഞ്ഞായിരുന്നെങ്കിൽ കയറിയിരിക്കാൻ പറഞ്ഞേനെ എന്ന് പറയുന്നു. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഭാർഗവൻ അകത്തേക്ക് പോയി. കാണുമ്പോഴുള്ള ഗൗരവമേ ഉള്ളൂ, ആള് പാവമാണെന്നാ തോന്നുന്നത്. ഒറ്റയ്ക്കായി പോയിട്ട് എന്താണെന്ന് ചോദിച്ചോ എന്ന് നിത്യ. ചോദിച്ചില്ല, അതൊക്കെ ചോദിച്ചാൽ പിന്നെ ഇറങ്ങാൻ പറഞ്ഞാലോ എന്ന് ഹരിയും പറയുന്നു. അദ്ദേഹം ഒരു പുസ്തകവുമായിട്ടാണ് അവിടേക്ക് വന്നത്. ഇതല്ലേ നിങ്ങളുടെ മധുര നൊമ്പരക്കാറ്റെന്ന് പറയുന്നു. സാർ ഇത് വായിച്ചിരുന്നു അല്ലേ എന്ന് ഹരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു സുഹൃത്താണ് ഈ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹം പറഞ്ഞത് പാടത്ത് പണിയെടുക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ എഴുതാൻ കഴിയില്ലെന്നാണ്. അങ്ങനെയാണ് ഇത് വായിച്ചതും വാങ്ങിച്ചതും ഒക്കെ. ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നിത്യയ്ക്കും ഹരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ എഴുതിയ വരിയുടെയും ഈ പുസ്തകത്തിൻ്റെയും ഗുണം എന്താണെന്ന്? നമ്മൾ അറിയാതെ ഇത് ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നിത്യ. ഞാൻ ഈ കവിതകൾ എഴുതുന്നെങ്കിലും ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇയാളാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഈ പുസ്തകം ഇറക്കിയതും എന്ന് ഹരി. അത് നന്നായി, ഞാൻ ഈ കവിത മുഴുവനും വായിച്ചു, നന്നായിട്ടുണ്ട്. സങ്കടങ്ങൾ നന്നായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചിലത് മനസ്സിൽ തളയ്ക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഭൂമി അന്വേഷിച്ചു വരുന്നവരോട് ഞാനതിനായില്ല എന്ന് പറയുന്നത്. മണ്ണിനെ കുറിച്ച് എഴുതിയ കവിക്ക് കുറച്ച് ഭൂമി കൊടുത്തില്ലെങ്കിൽ അത് തീരാ ശാപമാവും. നിങ്ങൾ കൃഷി തുടങ്ങാനുള്ള പണി ആരംഭിച്ചോളൂ, സ്ഥലമൊക്കെ ഞാൻ തരാം എന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ താങ്ക്സ് പറയുകയാണ് രണ്ടുപേരും. എൻ്റെ ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ മികച്ചതായി തോന്നുന്നത് സാറ് തന്ന ഈ അംഗീകാരമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം അമ്മാവൻ്റെ കോൾ വരുന്നുണ്ട് ഹരിക്ക്. എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അവിടെ വീട്ടിലാരോ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അമ്മാവൻ വിളിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞങ്ങൾ മറ്റൊരു ദിവസം വരാമെന്ന് ഹരി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ യാതൊരു തടസ്സവുമില്ല, ധൈര്യമായിട്ട് വരാമെന്ന് അദ്ദേഹം. എന്നാൽ പിന്നെ പോകട്ടെ സാർ, കുറേ കാലം ഇതുപോലൊരു വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും തനിച്ചായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ടാണ് നിത്യ പോകുന്നത്. തുടർന്ന് ഹരിയെ കാത്തിരിക്കുകയായിരുന്നു അമ്മാവൻ. ഹരിയും നിത്യയും അവിടെ എത്തി. പോയ കാര്യം സക്സസ്, ഞങ്ങളൊരു കക്ഷിയെ പരിചയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഹരി. ഇവിടെയും ഒരു കക്ഷിയെ പരിചയപ്പെടാനുണ്ട്, ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്ന് അമ്മാവൻ പറയുന്നു. അവരുടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എൻ്റെ കാര്യം അമ്മാവൻ ചോദിച്ചില്ലേ എന്ന് ഹരി. പറയണ്ടേ മോനെ, നമ്മുടെ കുടുംബത്തിന്റെ വിത്ത് വേറൊക്കെ പറിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നും അമ്മാവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഹരി ടെൻഷനാകുന്നു.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.